പാർവതിയുടെയും മൃദുലയുടെയും സിസ് എന്ന ഏറ്റവും വലിയ സംരംഭം ഇപ്പോൾ നന്നായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഒരു വരവ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത്. പാർവതിയുടെ മുൻ ഭർത്താവായ അരുണും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പാർട്ട്ണറുമായ സായി ലക്ഷ്മിയും കൂടി ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങുകയാണ്. ഗാന്ധാര എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തന്നെയാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. പാർവതിക്ക് പിന്തുണയായി മൃദുല കൂടെ നിൽക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ പാർവതിയെ തോൽപ്പിക്കാനായി സായി ലക്ഷ്മി അരുണിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗാന്ധാര എന്ന പേരിട്ട് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവരുടെ ഏറ്റവും പുതിയ ക്ലോത്തിങ് ബ്രാൻഡ് തന്നെയാണ് മുന്നിലോട്ട് നിർത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റി ഈ ബ്രാൻഡ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ആരാധകർ ഒന്നോ രണ്ടോ തവണ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഓരോ തവണയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പാർവതി ഒരു ബ്രാൻഡ് തുടങ്ങിയപ്പോഴേ ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങൾ പകരമൊന്നുമായി എത്തുമെന്ന്. ഇതിപ്പോൾ നാട്ടിലുള്ള എല്ലാ സെലിബ്രിറ്റികൾക്കും ഒരു ബൊട്ടീക്ക് ഉണ്ടല്ലോ സ്വന്തമായി, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ടല്ലോ സ്വന്തമായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ തുടങ്ങിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സിസ് ബൈ MB എന്ന അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടിയാണോ നിങ്ങളിത് തുടങ്ങിയതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെ വ്യത്യാസമായി കണ്ടാൽ മതിയെന്നും ഒരുമിച്ച് അവർ കോമ്പറ്റീഷൻ ഇറങ്ങുന്നതായിട്ട് വിചാരിക്കാതിരുന്നാൽ മതിയെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ ഇതാ സിസ് ബൈ MBക്ക് പകരമായി ഗാന്ധാര ഇറക്കിയിരിക്കുകയാണ്. സായി ലക്ഷ്മിയും അരുണും എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കൂടുതൽ ക്ലോത്തിങ് ബ്രാൻഡുകളെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ആരുടെ ക്ലോത്തിങ് ബ്രാൻഡാണ് എന്ന് ചോദിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യം എല്ലാവർക്കും സംശയമുണ്ടായിരുന്നത്. പിന്നീടാണ് ഇവർ രണ്ടുപേരും കൂടെ തുടങ്ങിയതാണ് എന്ന് പറഞ്ഞത്. കാരണം ഇവർ രണ്ടുപേരെ മാത്രമാണ് ഈ അക്കൗണ്ടിൽ നിന്ന് ഫോളോ ചെയ്തിട്ടുള്ളതും. അതുതന്നെ ഇതിനൊരു വലിയ ഉദാഹരണമാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും പുറത്തു വന്നിട്ടുണ്ട്. മൃദുലയും പാർവതിയും കൂടി കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല, ഇതിന് പ്രത്യേകിച്ചൊരു ക്രിയേറ്റീവ് ഹെഡ് കൂടി ഉണ്ട് എന്ന് പറയുന്നു. അവരുടെ വക തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോയും പുറത്തു വന്നിരിക്കുന്നത്. ലോഗോ ഉൾപ്പെടെ പലതും എല്ലാം ഇവർ കൊണ്ടുവന്നത് പല രീതിയിലുള്ള ക്രിയേറ്റീവ് വർക്കുകൾ കൊണ്ടുവന്നത് തന്നെയാണ്. എന്നാൽ മൃദുലയും പാർവതിയും അങ്ങനെയല്ല എന്നും അവരുടെ സ്വന്തം കഴിവ് കൊണ്ട് മാത്രമാണ് അവർ ഇത്രയും എത്തിച്ചതെന്നും ആരുടെയും സഹായമില്ലാതെ അവർ ഇതുവരെ അതിനെക്കൊണ്ട് എത്തിച്ചത് വളരെയധികം കൃത്യമായി പറഞ്ഞേ മതിയാകൂ എന്ന് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ വാർത്തയെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ആരാധകർക്ക് വളരെയധികം സ്നേഹം നൽകുന്ന ഒരു വാർത്ത എന്ന് തന്നെ പ്രേക്ഷകർ പറയുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.